എല്ലാവർക്കും നേരമ്പോക്കിലേക്ക് സ്വാഗതം. ഞാൻ റംലാൻ കരീം. ഇന്ന് റംലാനായിട്ട് നമുക്കൊരു വറുത്തരച്ച ബീഫ് കറി ആയല്ലോ. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ബീഫാണ്. അത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ഒരു 1/2 കപ്പോളം വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. 5 മുതൽ 6 വിസിലോളം മതിയാവും ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയതും ഒരു 4-5 അല്ലിയോളം ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം അഥവാ വലിയ ജീരകവും ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ അധികം തീ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു മീഡിയം സൈസ് ഉള്ളിയും ഒരു 100 ഗ്രാം ചെറിയുള്ളി കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3 to 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളുടെ ഉള്ളി മിക്സ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. കുറച്ചൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/2 കപ്പ് കൂടി വെള്ളം ചേർക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തേങ്ങ വറുത്തരച്ച മിക്സ് കൂടി ഇതിൽ ചേർക്കുമ്പോൾ കറി ഒന്ന് ഇച്ചിരി ടൈറ്റ് ആവും. അപ്പോൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ മെയിൻ ഐറ്റം വറുത്തരച്ച തേങ്ങയുടെ പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ വിതറിയിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഈ നോമ്പ് കാലത്ത് പത്തൽ അഥവാ അരിറൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.